ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, MB4 നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സ്പോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാക്കര പുഴപ്പാലം എന്നൊക്കെ പറയും. ഇവിടുത്തെ സ്പോട്ടിനൊരു പ്രത്യേകതയുണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. പണ്ട് ഞാൻ ഞാനിവിടെ ഇങ്ങനെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ അത് ആ ഭാഗത്തായിരുന്നു. ഇത് യാക്കര പുഴപ്പാലം എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ കുളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇവിടെയൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ എന്നാലും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യാം. നല്ലൊരു കാണുന്ന സ്പോട്ടാണ്. ഇതിന് മുകളിലൊക്കെ കാണാൻ നല്ല വ്യൂസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളോട് എന്താ കാര്യങ്ങൾ പറയാമെന്ന് വെച്ച് വന്നാലേ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ 10th പഠിക്കുമ്പോൾ 10th പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ മുത്തച്ഛനൊക്കെ ഞങ്ങളുടെ വീട് കുറച്ച് അപ്പുറം അയ്യപ്പൻകാവ് എന്ന് പറയും, ആ ഭാഗത്താണ്, കാടാങ്കോട് ഭാഗത്താണ് ഈ സ്പോട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ കാടാങ്കോട് ഭാഗത്താണ് ഈ സ്പോട്ടുള്ളത്. ഇവിടെയൊക്കെ പണ്ട് മാങ്ങ മരങ്ങളും ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ പണ്ട് ഇതാണ്ട് ഈ മാങ്ങ മരങ്ങളൊക്കെ ഏകദേശം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. മാങ്ങയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ മാങ്ങ മരങ്ങളൊക്കെ നല്ല കാണുന്ന നല്ലൊരു സ്പോട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പണ്ട് ഞാനിവിടെ കുളിക്കാൻ എൻ്റെ മുത്തശ്ശന്മാരൊക്കെ വരും. അപ്പോൾ അങ്ങനെ അവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് ഈ മാങ്ങമര ചുവട്ടിലൊക്കെ ഇരിക്കട്ടോ. അവിടെ ഇപ്പോൾ ഒന്നും ഇവിടെയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒന്നുമില്ലാണ്ട് വളരെ എന്താണ്, ഇവിടെയൊക്കെ നല്ല മാങ്ങ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ താഴെ. ഇപ്പോൾ ഒന്നും ആരും വരാറൊന്നുമില്ല. അതൊക്കെ അങ്ങനെ വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ ആയിപ്പോയി. ഇതാണ് ഈ യാക്കര പുഴപ്പാലം. ബ്രിട്ടീഷ് പാലം എന്നൊക്കെ പറയും. ഇപ്പോൾ അത് പറയുന്നുണ്ട് അവർ, പേരുകളൊക്കെ ബ്രിട്ടീഷ് പാലം എന്നാണ് പറയുക. അപ്പോൾ ഞാൻ അവിടെ മാങ്ങമരൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതിൻ്റെ കൂടെ ഒക്കെ വണ്ടി സൈക്കിൾ ചവിട്ടിയിട്ട് ഞാനിങ്ങനെ വരും. വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇതാ റൂട്ടിൽ കൂടെ വരും. മരണമൊക്കെ ഏകദേശം മുഴുവൻ. അവിടെയൊക്കെ നല്ല മാങ്ങയും പറിച്ച് ഉച്ച സമയത്ത് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ ഈ സ്പോട്ടിലൊക്കെ ഇരിക്കും. ഇതൊക്കെ അന്നുള്ളതാണ്, അന്ന് കാലത്തുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ. മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുക. ആ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയിട്ട് അവിടെ അങ്ങനെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പൊന്നും കാണില്ല, ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇവിടെ നല്ലൊരു സ്പോട്ടായിരുന്നു. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ വന്നിങ്ങനെ കുളി കഴിഞ്ഞിട്ട് ഈ മരത്തിനോട് ചുറ്റും നല്ല കാടൊക്കെ വെട്ടി വൃത്തിയാക്കി. ആ സമയത്ത് നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു ഒക്കെ. അങ്ങനെ കുളിക്കാനൊക്കെ പോകാൻ പറ്റും. ആ പാലത്തിൻ്റെ ആ താഴെ വരെ പോയിട്ടുണ്ട്. ഇനി അവിടെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ പാലത്തിൻ്റെ താഴെ ഭാഗമാണ്. ഇതാണ് ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ നമ്മളിങ്ങനെ ഈ പാലത്തിൻ്റെ താഴെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇതിന് മുകളിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുകളിൽ കാണിച്ചു തരാം. എന്താ വെച്ചാൽ വെള്ളം രണ്ട് ഭാഗത്ത് താഴെ പോകുന്നുണ്ട്, പിന്നെ മുകളിലിങ്ങനെ ആ ഭാഗത്തു കൂടെയും വെള്ളം പോകുന്നുണ്ട് മലമ്പുഴയുടെ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഈ പാലം പണ്ട് 1930 അങ്ങനെ എന്തോ അതിന് മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ പാലങ്ങളൊക്കെ. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ കെട്ടിപ്പടുത്ത പാലങ്ങളാണ്. ഇവിടെയൊക്കെ വരാൻ തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ താഴെയൊക്കെ ഇങ്ങനെ ഇന്നിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ താഴെ ആ സ്പോട്ട് വരെ ഞാൻ പോയിട്ട് അവിടെ കുളിക്കാനൊക്കെ. അവിടെയൊക്കെ വെള്ളം കമ്മിയാവുന്ന സമയത്ത് വേനൽക്കാലത്തൊക്കെ വെള്ളം കമ്മിയാവും. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. കുളിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. പുല്ലുകാട് പിടിച്ച് കൊടുത്താൽ അധികം ആരും വരാറില്ല ഇപ്പോൾ. മുമ്പൊക്കെ നല്ല രസമായിരുന്നു അവിടെ. അങ്ങനെ മാങ്ങ മരത്തിനവിടെ വന്ന് മാങ്ങയും പറിച്ച് കഴിച്ച് ഉച്ചയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല രസമാണ് അവിടെ ഒന്ന് കുളിക്കാനൊക്കെ. വെള്ളം ഉണ്ടാവും, വെള്ളം കമ്മിയല്ലേ. അപ്പോൾ നമ്മൾ ആ തലവരെ അങ്ങനെ പോകും. ആ വെള്ളം ഭാഗത്തിലങ്ങനെ തലവരെ പോയിട്ട് കുളിക്കും. പാലത്തിൻ്റെ വ്യൂസാണ്. വെള്ളം വരുന്ന ഭാഗം കണ്ടോ, ഇതാണ്. നല്ല മുകളിൽ അങ്ങനെ നല്ല ഭാഗം, മുകളിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്, താഴെ കൂടെയും പോകുന്നുണ്ട്. കുളിക്കാനൊക്കെ അവിടെ നല്ല ഒഴുക്കുണ്ട് ഈ ഭാഗത്ത്. അപ്പുറത്ത് അതിനേക്കാളും ഒഴുക്കാണ്. ആ ഭാഗത്ത് ഒഴുക്കാണ്. അപ്പം ഞാൻ പണ്ട് കുളിക്കാൻ വരുന്ന സമയത്ത് ഇത് കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഇപ്പോൾ വെള്ളം കമ്മിയാണ്. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് കൂടെ അങ്ങനെ താഴെ കൂടെ അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ശക്തിയാണ്, നല്ല ഒഴുക്കിലാണ്. അവിടേക്ക് ഇറങ്ങുമ്പോൾ സമയത്ത് സൂക്ഷിക്കണം. നല്ല ആഴമുണ്ട്. ആ ഭാഗത്ത് നല്ല ആളുകളാണ്. ഇത് പോകുന്നത് അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരൊന്നും കുളിക്കും. വെള്ളം കമ്മിയായി കഴിഞ്ഞാൽ പക്ഷേ ആ പാലത്തിൻ്റെ അടിഭാഗത്തൊന്നും ആരും ഇറങ്ങി ഇതൊന്നും കുളിക്കാൻ നിൽക്കരുത് കേട്ടോ. സ്പോട്ട് കാണുമ്പോഴൊക്കെ നല്ലപ്പോൾ തോന്നും നമുക്ക് കുളിക്കണമെന്നൊക്കെ തോന്നും. പക്ഷേ ഭയങ്കര സ്ഥലങ്ങളാണ്. പണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോയത് ആ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ.
അന്ന് ഞാൻ എന്താ പറഞ്ഞാൽ ഞാൻ ഇതുവരെ എൻ്റെ വീട്ടുകാരോട് പോലും പറയാത്തൊരു സംഭവമാണ്. എന്താണെന്നല്ലേ, അതായത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മളത് മുത്തശ്ശൻ്റെ വീട് അമ്മയുടെ തറവാട് ഇവിടെ അയ്യപ്പങ്കാവെന്ന് പറയും, ആ ഭാഗത്താണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ പോയിട്ട് ഉച്ചയ്ക്ക് സമയത്ത് കുളിക്കാൻ വേണ്ടി പിള്ളേരോട് മീൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ പിള്ളേർ, എനിക്കാണെങ്കിൽ നീന്താൻ അറിയില്ല കേട്ടോ, ഇതുവരെ പഠിച്ചിട്ടില്ല. അത് ഞാൻ ഉള്ളത് പറയാമല്ലോ, നീന്താനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് മീൻ പിടിക്കണമെന്ന് പറഞ്ഞു. മീൻ പിടിക്കാൻ വേണ്ടി പോയി ചൂണ്ടയൊക്കെ എടുത്ത് മണ്ണേരിയൊക്കെ പിടിച്ചു. അന്ന് മണ്ണേരി പിടിച്ചു. ഇപ്പോഴൊക്കെ മൈദയും കൊണ്ടൊക്കെ ചിലർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഐഡിയൊക്കെയാണ് ആൾക്കാരിപ്പോൾ. പലതും ചൂണ്ട പിടിക്കാനൊക്കെ ഭയങ്കര ഒരു സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ചൂണ്ടയെടുത്ത് വന്നിട്ട് ചൂണ്ടയിട്ടു. മീനിൽ ചൂണ്ടയിട്ട് വെച്ചപ്പോൾ എന്തോ എൻ്റെ ചൂണ്ടയിലിങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വലിച്ചതും ഞാൻ ആ വെള്ളത്തിലങ്ങോട്ട് താന്നുപോയി. താന്നപ്പോൾ ഉണ്ട് എൻ്റെ ജീവിതം തന്നെ ഭയങ്കര ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല അത്ര കാലമായിട്ടും. അപ്പോൾ താന്നു പോയപ്പോൾ ഒരു മണൽത്തിട്ട കണ്ട് മണൽത്തിട്ടയിലും കയറുന്നു. ആ മണൽത്തിട്ട അങ്ങനെ അരിഞ്ഞ് പോയി വെള്ളത്തിൻ്റെ സ്പോട്ടിൽ ഈ പാലത്തിൻ്റെ ഈ പാലം കണ്ടോ, അതായത് കാണുന്ന ഈ പാലത്തിൻ്റെ അപ്പുറത്തെ പാലത്താണ്. ഇതേപോലെ അപ്പുറത്ത് ഒഴുക്കുന്നുണ്ട്, കാരണം ആ ഭാഗത്താണ് കൂടുതൽ ഒഴുക്കുള്ളത്. അപ്പോൾ ആ ഭാഗത്താണ് ചാടി. ഞാൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ണും അടച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. ടക്ക് അങ്ങോട്ട് അങ്ങനെ വലിഞ്ഞോളം വെള്ളമായത് നമ്മൾ തള്ളിക്കൊണ്ടുപോകും. അങ്ങനെ തള്ളിക്കൊണ്ടുപോയി ഒരു പുൽത്തട്ടിൽ കൊണ്ട് അങ്ങനെ ചേർത്തിയാണ്. ഞാൻ വേഗം നീന്താനൊന്നും അറിയില്ല, അങ്ങനെ കരകയറി രജിസ്ട്രേഷൻ ഞാൻ മുകളിലെത്തിയിട്ട് ദൈവത്തിനെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു സമയം കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മളത് എന്താ പറയുക, അതൊന്നും ആലോചിച്ച് നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നിട്ടില്ല ഇവിടെ. അങ്ങനെ എൻ്റെ മുത്തച്ഛന് കാലത്ത് നേരത്തെ കുളിക്കാൻ വരും. കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ തുടി തിരുമ്പി കുളിയൊക്കെ കഴിഞ്ഞ് ആളിതങ്ങനെ ഇരിക്കും. അവിടെ ഇങ്ങനെ ആ മാങ്ങ മറ്റോടെ നിന്ന് മാങ്ങയും വലിച്ച് കഴിച്ചൊക്കെ ഇരിക്കും. മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോയിട്ട് ഏകദേശം വെള്ളമൊക്കെ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇവിടെ നിന്ന് കുളിക്കാൻ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. വേനൽക്കാലത്തൊക്കെ വലിയ ആ ഭാഗത്തൊക്കെ പാറ്റിനടി കുറച്ച് വെള്ളം കമ്മി ഉണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് സൂക്ഷിച്ച് വേണം കുളിക്കാനൊക്കെ, ഒഴുക്കാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറുതാണ്ടാ സ്റ്റെപ്പ് കൂടെ കയറിയിട്ട് മുകളിൽ കൂടെ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല അത് അപ്പോഴും ഉണ്ട് കേട്ടോ, സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൂടെ തന്നെ മുകളിൽ കയറിയിട്ട് ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഏകദേശം നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ താഴെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ മുകളിലേക്ക് കയറുക. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, പഴയ കാലത്തുള്ള സ്റ്റെപ്പാണ്. ഇന്നും അത് പോയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ മുകളിലോട്ട് കയറുക. ഈ സ്പോട്ട് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണെന്നും കൂടി കേട്ടോളൂ. കാരണം പണ്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു പാലമാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൂടെയും വെള്ളം പോകുന്നുണ്ട്, താഴെ കൂടെയും പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അത്ഭുതം.